കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കാൻ നമ്മുടെ പാവപ്പെട്ട റെയ്സിന് കഴിഞ്ഞില്ല. BJP-യുടെ കിഷൻ റെഡ്ഡിയൊക്കെ പറയുന്നത് രാഹുൽ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, അടുത്ത തവണ ധീരതയ്ക്കുള്ള അവാർഡ് ഈ പറയുന്ന DYFIയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് തീർച്ചയായും കൊടുക്കണമെന്നാണ്. നമ്മുടെ എല്ലാ നന്മകളുടെയും ആൾരൂപമായിട്ടുള്ള മോഹൻലാൽ പടം വരച്ച് നാളെ ഇന്ന് വൈകുന്നേരം എറണാകുളം ബോഡ്ജറ്റിയിലിട്ട് നിരത്തിയിട്ട് വിറ്റിട്ട് വേണം പുള്ളിക്ക് നാളെ കഞ്ഞി കുടിക്കാൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പരാതിയില്ല. കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ കാര്യമാണ്. സാധാരണ ഇതിനു മുമ്പ് പല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഒരു കഷ്ടകാലം പിടിച്ചൊരു പയ്യനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുഴപ്പം, ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വളരെ സ്റ്റാറായി നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്ന് പ്രസിഡന്റായി അദ്ദേഹം വലിയ തോതിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച് നിരവധി പേർ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ സദാസമയം സഞ്ചരിക്കുന്ന ഏതാണ്ട് 3-4 പേരെ ഈ വ്യാജ ID കാർഡിൻ്റെയൊക്കെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് കുറേയേറെ അഭിനന്ദനങ്ങൾ കിട്ടേണ്ട സമയത്താണ് ഇദ്ദേഹത്തിന് കിട്ടിയത് മുഴുവൻ കല്ലേറുകളാണ്. അതുകൊണ്ട് തന്നെ ആകെ നാണം കെട്ട അവസ്ഥയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ തീർന്നു പോകും എന്നൊക്കെ ആളുകൾ പലരും പ്രവചിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഇദ്ദേഹത്തോടൊരു സ്നേഹവും കരുതലും തോന്നിയത്. നമുക്കറിയാം, അദ്ദേഹം കോവിഡ് കാലത്ത് കേരളത്തിലെ ജനതയെ തന്നെ വളരെ കരുതലോടെ സമീപിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ കരുതലുള്ളത് കൊണ്ടാകാം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വലിയ വണ്ടി മേടിച്ചു, അതിനുള്ള സാമ്പത്തികം എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ സൈബർ സഖാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം സൂര്യഭഗവാനെ പോലെയുള്ള ഒരാളാണ്. അടുത്തു പോയാൽ കരിഞ്ഞു പോകുന്ന ഒരാളാണ്. കൂടാതെ അദ്ദേഹത്തിന് കാരണഭൂതനായിട്ടുള്ള, കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ഉയർച്ചയ്ക്ക് കാരണഭൂതനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉയർച്ചയിലും ഇപ്പോൾ കാരണഭൂതനായി മാറിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെ ആകെ നാണം കെട്ടി നിൽക്കുന്നൊരവസ്ഥയിൽ കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സമരമൊക്കെ ശ്രദ്ധിക്കപ്പെടണമെങ്കിലുള്ള ചില കലാപരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും ഒക്കെ അവിടെ ആവർത്തിച്ചു. കാരണം ഏതോ ഒരു പോലീസുകാരനെ ആക്രമിച്ചു, പിന്നെ പൊതുമുതൽ നശിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നേരത്തെ നടന്നുകൊണ്ടിരുന്ന കലാപരിപാടികളാണ്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. കാരണം ഈ പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് ജാമ്യം കിട്ടില്ല. അതിന് പണം കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ജാമ്യം കിട്ടൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് ഒരു 10-12 ദിവസം മുമ്പ് നടന്ന സമരമാണെങ്കിൽ പോലും കേരള പോലീസ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു വാർത്തയാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ മനോരമയിലൊക്കെ വളരെ ചെറിയ, മാതൃഭൂമിയിലൊക്കെ വളരെ ചെറിയ വാർത്തകൾ മാത്രമേ വരുള്ളായിരുന്നു. ചാനലുകളിലൊന്നും ചർച്ചാ വിഷയമാവില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. പകരം ചെയ്തത്, ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും വെളുപ്പിന് തന്നെ കടന്നു ചെല്ലുകയും കോളിംഗ് ബെല്ലടിച്ച് അമ്മയെ വിളിച്ചുണർത്തുകയും അമ്മ പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാൻ സമ്മതിക്കാതെ നേരെ ആ ബെഡ്റൂമിൽ ചെന്ന് ഡോറിൽ മുട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുകയും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കലാപരിപാടി കണ്ടു. ആ കലാപരിപാടിയിൽ മുങ്ങിപ്പോയ 2 സംഭവങ്ങൾ കൂടിയുണ്ട്. ആ മുങ്ങിപ്പോയ 2 സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അന്ന് ഗവർണറുടെ തൊടുപുഴയിലെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ SFIക്കാർ കരിങ്കൊടി കാണിച്ചു. അത് അന്ന് വലിയ വാർത്തയായില്ല. രണ്ടാമത്തേത്, അന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ ആചരിക്കുകയായിരുന്നു. അതായത് ഭൂപതിവ് ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് നിയമമാകാത്തത് എന്ന് പറഞ്ഞൊരു വലിയ സമരം CPM തന്നെ സംഘടിപ്പിച്ചു. പക്ഷേ അതും വലിയ വാർത്തയായില്ല. ഈ 2 വാർത്തകളും പാവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ മുങ്ങിപ്പോയി. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റാറായി പെട്ടെന്ന് ഉദയം ചെയ്യുന്ന ഒരു പെട്ടെന്ന് നമ്മളൊക്കെ അറിയാമല്ലോ, ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ച് സ്റ്റാറായി ഉദയം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്.
ഈ ഉദയം ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പ് ഏതാണ്ട് കരുണാനിധി ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രംഗമുണ്ടായി. അപ്പോൾ സൺ TV ഒക്കെ വലിയ തോതിൽ അത് കവർ ചെയ്തു. ഇന്റർനാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അതിക്രൂരനായ അത്ര നല്ല ഭരണാധികാരിയൊന്നും ആയിരുന്നിട്ടില്ലാത്ത സദ്ദാം ഹുസൈനെതിരെ അമേരിക്ക ആണവായുധമുണ്ടെന്ന് പറഞ്ഞൊരു യുദ്ധം നടത്തുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഒരു സ്റ്റാറായി ധീര വിപ്ലവകാരിയായി തീർന്നത്. അതുപോലെ അങ്ങനെയൊന്നും അല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ സ്റ്റാറായി മാറി. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വന്തം റൂമിനകത്ത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിണറായി വിജയൻ തന്നെ ചെയ്തതാണോ അതോ അദ്ദേഹത്തിന്റെ സിൽബന്ധികളായിട്ടുള്ള ശശി അടക്കമുള്ള തലയിൽ കളിമണ്ണ് മാത്രമുള്ള CPM-ന്റെ ആളുകൾ ചെയ്തതാണോ എന്നെനിക്കറിയില്ല. കാരണം CPM-ന്റെ ഈ അടുത്തുള്ള പരിപാടികളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം മണ്ടത്തരങ്ങൾ മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മണ്ടത്തരങ്ങളിൽ ഒന്നാണോ അതോ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാവും പൂത്തിരിക്കുന്നു. നമ്മളൊക്കെ ഈ 1988 പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലൊരു പാട്ടുണ്ട്, അത് ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തും മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിലെന്നാണ്. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഈ ഒരു സുദിനം മുറ്റത്തെ ചക്കര മാവിൻ ചോട്ടിൽ ഓടിക്കളിക്കാനെത്തിയിട്ടുള്ള ഈ ഓർമ്മകളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ജീവിക്കാമെന്നാണ്. ഇങ്ങനെയൊക്കെ പലരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു. നിങ്ങൾക്കെല്ലാം പുതുതലമുറക്കൊന്നും അറിയില്ലെങ്കിലും പഴയ തലമുറക്കൊക്കെ അറിയാം, KT കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ്. അദ്ദേഹം പല തരികിടകളും പല പറയാൻ കൊള്ളാത്ത പല ബിസിനസ്സും ഒക്കെ ആയിട്ട് എറണാകുളത്ത് നിൽക്കുമ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന അന്നത്തെ ഒരു പോലീസ് കമ്മീഷണർ ആയിരുന്ന ഒരാൾ, ബെഹ്റ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം ഈ KT കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുക്കുകയും KT കുഞ്ഞുമോനെ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ വേണ്ടി, അതായത് ഏതാണ്ട് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള KT കുഞ്ഞുമോനെ കമ്മീഷണർ ഓഫീസിൽ വെച്ച് തന്നെ എടുത്തിട്ട് നന്നായി പെരുമാറുകയും ഇനി സിറ്റിയിൽ കാണരുത് എന്ന് നിന്നോട് പറയുകയും ചെയ്തു. ആ പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ചെന്നൈക്ക് പോയി എന്നാണ് കഥ. ഇത് വെറും ഗോസിപ്പ് മാത്രമാണോ യഥാർത്ഥത്തിലുള്ള സംഭവമാണോ എന്ന് നമുക്കൊന്നും അറിയില്ല. കാരണം ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ചെന്നൈയിൽ പോയി. പിന്നെ അവിടെ എന്തൊക്കെയോ തരികിട കാണിച്ചിട്ടാണ് അദ്ദേഹം വലിയ നിർമ്മാതാവായി മാറുന്നത്, കാതലൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത്. അതിനുശേഷം നിങ്ങളൊക്കെ അന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പോസ്റ്ററിൽ സാധാരണ നായകന്മാരുടെയും നടിയുടെയൊക്കെ ഫോട്ടോയാണ് വെക്കുന്നതെങ്കിൽ ഈ KT കുഞ്ഞുമോൻ തന്നെ വലിയ ബ്രാൻഡായി മാറിയിരുന്നു. KT കുഞ്ഞുമോൻ ഇങ്ങനെ വലിയ മീശയൊക്കെ വെച്ചിട്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന ഫോട്ടോ എല്ലാ ബോർഡുകളിലൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ആ KT കുഞ്ഞുമോനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു തമാശയാണോ കാര്യമാണോ എന്നറിയാത്തൊരു കാര്യം, ഈ പോലീസ് കമ്മീഷണറുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. കാരണം ഈ എറണാകുളത്ത് തന്നെ ഇന്ന് കുറച്ച് തരികിടകളൊക്കെ കാണിക്കുകയും ഈ പോലീസ് കമ്മീഷണർ എന്നെ എടുത്തിട്ട് തല്ലുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എറണാകുളത്ത് കിടന്ന് നശിച്ചു പോയനെ, ഞാൻ ചെന്നൈക്ക് പോയതെന്നും ജീവിതം രക്ഷപ്പെട്ടതെന്നും ഒക്കെ അദ്ദേഹം പലരോടും പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ ശശിയുടെയും പോലീസ് കമ്മീഷണർ അല്ലെങ്കിലും ഇപ്പോഴുള്ള ADGP-യുടെ ഒക്കെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ എന്നും ഉണ്ടാകും. കാരണം ആകെ നാണം കെട്ട് നിന്ന, ഇലക്ഷനിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് ചീത്തപ്പേര് കേട്ട, സ്വന്തം ഇമേജ് വളരെയധികം ടാർണിഷ് ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ ഈ പാവം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതേപോലെ അറസ്റ്റ് ചെയ്ത് ഒരു ഘോഷയാത്ര നടത്തി രക്ഷപ്പെടുത്തിയത് പിണറായി വിജയനാണ്. അതിൽ പിണറായി വിജയൻ ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഉപദേശകരുടെ മണ്ടത്തരം കൊണ്ടാണോ എന്നറിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കാര്യം കണ്ടു. കാരണം PC ജോർജിന് ഒരു ദിവസം മുഴുവൻ വിഷ്വൽ മീഡിയയിലേക്ക് വലിയ സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്തതും ഇതുപോലെയുള്ള നടപടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ തുടരട്ടെ. എന്താണെങ്കിലും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയാനുള്ളത്, ഈ സ്നേഹം എന്നെന്നും താങ്കൾക്ക് മനസ്സിലുണ്ടാവണമെന്നും താങ്കളുടെ പൂജാമുറിയിൽ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ പോലും പിണറായി വിജയന്റെ ഫോട്ടോ രഹസ്യമായിട്ടെങ്കിലും പേഴ്സിലെങ്കിലും വെക്കുന്നത് നന്നായിരിക്കുമെന്നുമാണ്. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രക്കാരോട് മുഴുവൻ പറഞ്ഞത്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വിജയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വിജയൻ തുടങ്ങിയത് താങ്കൾക്ക് വലിയ ഗുണമായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് കണ്ട് അസൂയ പൂണ്ടിട്ടിരിക്കുകയാണ് VD സതീശനും കോൺഗ്രസിലെ മറ്റുള്ള നേതാക്കളുമൊക്കെ. ഞങ്ങളെയും കൂടി ഇത്തരത്തിലുള്ള അറസ്റ്റ് ചെയ്ത് പോപ്പുലറാക്കി തരൂ, പെട്ടെന്ന് ഞങ്ങൾ അടുത്ത ഇലക്ഷൻ ജയിക്കട്ടെ എന്നാണ് എല്ലാ MP-മാരും ഉള്ളാലെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമോ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്നറിയില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ലോട്ടറി അടിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാവും പൂത്തിരിക്കുന്നു. വെറുതെ പൂക്കുകയല്ല ചെയ്തേക്കണത്, ഓരോ ഒന്നൊന്നര പൂത്തിരി പോലെ പൂത്തേക്കാണ്.
നമ്മുടെ MG ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ പുള്ളി പറയുന്നൊരു ഡയലോഗ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അടി പൂത്തിരിയുന്നോ അല്ലെങ്കിൽ പൂക്കട്ടെ കാവടിയുന്നോ എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാവ് പൂത്തിരിക്കുന്നു, ഇത് പൂത്തുലയട്ടെ, പൂത്തു വിളയാടട്ടെ.